இந்த குறையா அபூஜகமாகுள்ளா சோசியல் மீடியா தனக்கு இதே பணி எல்லா சகாபத்துல சொல்ற பேரு முஸ்லிம் உண்டு ஐக்கு நான் சொல்ல ஒரிக்கலும் பிரியப்பட்ட சகோதரന്മാരെ സോഷ്യൽ മീഡിയത്തിൽ വണ്ട ക്ലിപ്പ് നോക്കുകയില്ല എന്തെല്ലാം ടൈപ്പിലെ ക്ലിപ്പാണ് വേണ്ടേ ഏതെല്ലാം ടൈപ്പിലെ ലിങ്കാണ് വേണ്ടേ ഞങ്ങളെ സ്വാതന്ത്ര്യം ചൊന്നിട്ട് ഞങ്ങളുടെ മൊബൈലിൽ ഒരു ക്ലിപ്പ് വരവൊന്നില്ല ലിങ്ക് ഒത്തിട്ട് അതിൽ നോക്കി തെല്ല് നേരം വേറെ ലിങ്ക് വന്നു അതിൽ നോക്കി എന്തെല്ലാം ടൈപ്പിടെ ആത്മാറാണ് ഖുർആൻ சொல்றது فجعلناه سميعا بصيرا ஒரு மனுஷரை கேட்கிறவனும் காண்பவனும் ஆக்கினார் விஷயங்கள் எடுக்கிறங்க ഏറ്റവും വലിയ മാനദണ്ഡം കേൾവിയും കണ്ണുമാണ് പൂർവ്വകാലത്ത് ആൾമാർ അങ്ങനെ കണ്ണും കാതും ലിമിറ്റേഷൻ ഇന്ന് നമുക്ക് ലിമിറ്റേ ഇല്ല കിട്ടിയത് നോക്കണതാണ് കിട്ടിയത് കേൾക്കണം അങ്ങനെ കേട്ടിട്ട് സുബൈലേക്ക് മോദിയാവുമ്പോ നന്റെ ഇസ്ലാമും നന്റെ ഈമാനും ബലമില്ല കാരണം 100 ആൾമാർ 100 അഭിപ്രായങ്ങൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ലാസ്റ്റ് അതുമല്ല ഇതുകൊണ്ട് യന്ത്രയാണ് നീ യന്ത്രം കേട്ടെ ഞാൻ എന്തുകൊണ്ട് യന്ത്രമാണ് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണായിക്കത്തെ വിഷയം ഇത് രക്തന്ദ്രേ പ്രിയപ്പെട്ട സഹോദരന്മാരെ മൊബൈലിൽ എന്തെല്ലാം ലിങ്ക് വേണ്ട ആരെല്ലാം ഉണ്ട് ഞാൻ നോക്കലില്ല എന്റെ വെറുതെ ഈമാൻ ഒന്നും ടൈമില്ല നമുക്ക് വെറുതെ ഈമാൻ വിശ്വാസമൊക്കെ ഉള്ളൂ ഞങ്ങൾ ഭദ്രമായ ഈമാനുണ്ട് ആ ഈമാനിൽ ഉറച്ചിട്ട് പോവാ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് പഠിക്കാറുണ്ടായെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസത്തെ മേൽ ഉറച്ചിരിക്കുക സഞ്ചയില്ല 100 കണക്കിൽ ക്ലിപ്പുകളുണ്ട് നന്റെ കണ്ണുകളും കാതുകളും നല്ല ലിമിറ്റ് വേണം അതില്ലെങ്കിൽ നന്റെ ഈമാന്റെ പിടിച്ചിരിപ്പാട്ടത് സത്യമേ അല്ല വ്യത്യസ്തമായ ക്ലിപ്പിംഗ് നോക്കുക നക്ക് നല്ല വിശ്വാസമുള്ള ഏതെങ്കിലും ഒരാളെ വിഷയങ്ങൾ കേട്ടിട്ട് പഠിക്കാം എല്ലാവർക്കും കേൾക്കട്ടെ എല്ലാവർക്കും നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ യന്ത്രമാവും അങ്ങനൊന്നുണ്ട് സുബൈ കൊടുത്ത ഷാഫി മതം അവിടെ 10 കണ്ടാവും ഹനഫി മതം ഒരു 11 കണ്ടാവും ഹംബലി മതം അസറാവുമ്പോ മാലിക്കി മതം ഇങ്ങനെയുള്ള മതവും ഒന്നാ ഒരു മതത്തിൽ കട്ടി നിൽക്കുന്നു പിടിച്ചിട്ട് ഇതെന്തിന് എല്ലാ മതങ്ങളും കൂടിയുണ്ടോ അങ്ങനെ അവർക്ക് ഒരിക്കലും ഒരു സമത്വ മുസ്ലിമാണ് ജീവിക്കുക സാധ്യതയില്ല കാരണം അവർക്ക് എല്ലാം വേണോ സുബൈനോട് ആയുർവേദ മതം കുറിച്ചുള്ള 10 ഇംഗ്ലീഷ് മതം കുറിച്ചുകൊണ്ടുള്ള ഉച്ചയാവുമ്പോൾ വേറെ മതം കുറിച്ച് ഏതെങ്കിലും മതമല്ല പിടിക്കണം ഈ എല്ലാ മതത്തിലെയും പിടിച്ച് അവൾ ലാസ്റ്റ് കൊണ്ടേ വേണ്ട നാശമേ അപ്പൊ ഇങ്ങനെയാണ് ഈ ധർമ്മത്തോടെ ദീൻ പഠിക്കുന്നവരെ മുസ്ലിം അതിനെ മനസ്സിലാക്കണേ ഇല്ല നന്റെ സോഷ്യൽ മീഡിയത്തിൽ വാട്സപ്പ് ഫേസ്ബുക്ക് എന്തെല്ലാം ഉണ്ടാ അതിക്ക് എന്തെല്ലാം വേണ്ട അതെല്ലാം നോക്കിയിട്ട് നക്ക് നന്റെ ഈമാൻ ഉറപ്പില്ല നീ ആറ് എന്ത് ഏത് നപ്പെടുത്തില്ല ഇപ്പൊ ഞാൻ ചൊല്ല ഹിദായത്തിന്റെ വെളിച്ചം എപ്പോ കെട്ടുപോകുന്നുള്ളത് അവന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ അതുകൊണ്ടാണ് ഒരു നാൾ കട്ടായ പൂനയിൽ വട്ട ചൊല്ലണം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നേരായ തെരുവ് ഞങ്ങളെ നീ നിപ്പാട്ടണോ കട്ടായമായ ഒരു പ്രാർത്ഥന മാത്രമല്ല ഖുർആൻ 6000 ചില ആയത്തുണ്ടല്ലേ 114 സൂറത്തുണ്ടല്ലേ ഇതിൽ നിർബന്ധമായിട്ടും നടത്തുന്ന ഒരേ ദുആ എത്ര ദുആ ഉണ്ട് ഖുർആനിൽ എത്ര ദുആ ഉണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ എന്തെല്ലാം ദുആ ഉണ്ട് റബ്ബനാ കൂട്ടിയിട്ട് ധാരാളം ദുആ ഈ ദുആത്തെ വഴിക്ക് കട്ടായമായിട്ട് നിർബന്ധമായിട്ട് നടത്തുന്ന ഒരേ ഒരു ദുആ അത് ഖുർആനിലുള്ള ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം റബ്ബേ നേരായ തെരുവ് നന്റെ ഉറപ്പിച്ച് നീ നിപ്പാട്ടോ വേറൊന്നും കേൾക്കുകണ്ടായി ഇത് കേൾക്കുകണ്ടായ കാരണം ഇത് എപ്പ മാറിപ്പോകും ചെല്ലവില്ല അതിനോട് പ്രാധാന്യത്തെ എത്രയായിട്ട് നീ നോക്കൂ ഹിദായത്ത് എന്നെയും നശിച്ചു അപ്പൊ ഞാൻ ചൊല്ലുന്നത് അബൂജഹലിന്റെ വകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വക അഭിപ്രായം കേട്ടെങ്കിൽ അവൻ ചെല്ലുക 100 നാവാണ് ബദർ യുദ്ധത്തണ്ട് വരെ അവന്റെ അഭിപ്രായം കേട്ടാ ബദർ യുദ്ധത്തെ അത് അണ്ടത്തെ നാൾ യൂസുഫ് നബി റഹിമഹുല്ലാഹു വസായിലുൽ റസൂൽ കിതാബിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കേട്ടാ അസ്വാദിഖുൻ കാദിബു നേരത്തുള്ള അണ്ടോ ചാവുകൊണ്ടേ അബൂജഹൽ ഓടുന്നില്ല അവൻ ചാവതല്ല അവൻ എല്ലാരെയും ദഫനാക്കുകൊണ്ടേ പക്ഷേ അള്ളാഹു അയാൾ ഉദ്ദേശിച്ച അങ്ങനത്തെ അബൂജഹലിലൊക്കെ അന്തിമ നിമിഷത്തിലുള്ള അഭിപ്രായം ഈ നേതാവ് എത്ര സമ്പൂർണമായ ആളുകളോട് എത്ര കാമില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്ന ഐക്യനാഥൻ അണ്ടത്തെ അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും ചൊല്ലില്ല മോശമായ ഒരു അഭിപ്രായം ഒരു കല പോലും ഇന്ത് സോഷ്യൽ മീഡിയത്തിൽ മുസ്ലിം നാമധാരികളായ മുന്നാണ്ട് ഒരു ക്ലിപ്പിനൊക്കെ ഒരാൾ കടത്തി ഞാൻ അത് കേട്ടില്ല ഒരു മൗലവി എന്തൊരു പുസ്തകമാണ് എന്തൊരു പേര് അവൻ എന്തൊരു ജാതിയും കൊണ്ടില്ല അവന് മുആവിയ റളിയല്ലാഹുവിനെയാണ് പറഞ്ഞുകൊണ്ടില്ല അതെ സ്വഹാബിയായ മുആവിയ റളിയല്ലാഹു ചരിത്രത്തിൽ അഭിപ്രായങ്ങളിലേക്കു സ്വഹാബിമാരെ ഒരു അക്ഷരം കൊണ്ട് തീരാണ്ടാണ് മുസ്ലിം ഇമാമിങ്ങളെ ഐക്യലന്തേനയുള്ള അഭിപ്രായം കാരണം സ്വഹാബിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങെല്ലാവരും നീതിമാന്മാരാണ് ഞങ്ങളെ ಬಗ್ಗೆ മുണ്ടിയിട്ട് നാളെ ആഖിറത്തിൽ ഒരിക്കലും അവർക്ക് അപ്പുറം ബച്ചാവോ സാധ്യയില്ല അങ്ങനത്തെ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് ആക്ഷേപിച്ചുകൊണ്ടേ പറഞ്ഞുകൊണ്ടേ വെളിയങ്കോടുള്ള ഉമറത്തുള്ള കാലത്ത് ഉമർ മൗലവി അയാൾ തറാവി 8 റക്അത്താക്കി എന്നിട്ട് അയാൾക്ക് അഹങ്കാരത്തെ മറക്കരുതുകൊണ്ടുള്ള
മക്കത്തെ ഉമർ തറാവി ഇരിവാക്കിയെങ്കിൽ വെളിയൻകോട്ട് ഉമർ എട്ടാക്കിയിട്ട് ഇതെന്തൊരു അഹങ്കാരത്തെ വളർത്താൻ നോക്കും. അയാൾക്ക് സാലിട്ടാറ്, ആദരിച്ചാറ്, ബഹുമാനിച്ചാറ്. അവൻ മരിച്ചപ്പോ മൗലിക ഓടിയാറ്, അയാളെ മൗലിക ഓടിയാറ്. പക്ഷെ ഇത് ആർമി സാമാന്യ ആൾമാർ പലപ്പോഴും ഇത് കൊടുത്തില്ല. സോഷ്യൽ മീഡിയത്തിൽ വന്നപ്പോ തൊള്ളിക്കയറ്റ് ഓണിക്ക് വിമാനമുണ്ട്. ഓൻ തൊള്ള പലക്കാണ് മക്കത്തെ ഉമർ ഇരിവാക്കിയിട്ടുണ്ടായെങ്കിൽ വെളിയൻകോട് ഉമർ ഇത് ഉമർക്കാവി അല്ലവാ, അത് വേറെ. വെളിയൻകോട് ഉമർക്കാവി അത് വേറെ. ഇത് വെളിയൻകോട് ഉമർ മൗലിക ചൊല്ലിട്ട് ഒരാളുണ്ടോ? എല്ലാരെയും കാഫിറാക്കി എത്താം. കുതുബിയത്തോട് പേരിൽ 1000 വട്ടം 4000 വട്ടം ഓട്ടം വെച്ച് 4 വട്ടം കാഫി, 1000 വട്ടം വെച്ച് 4000 വട്ടം കാഫി. ഇതിന് എന്ത് കാഫിറാക്കി? അപ്പൊ ഞാൻ ചെന്നാണ് കാഫിർ ചെന്നയാളെ കാഫിർ ചെല്ലണം, ഒത്തിരി ചെല്ലണം. അങ്ങനത്തെ കാഫിർ നിന്റെ കാഫിർ തെച്ചെങ്ങും കാഫിർ എല്ലാരെയും കാഫിറാക്കിയിട്ട് കുറെ മാസത്ത് പോകും. അങ്ങനെ ദീനില്ലാവോ. അപ്പൊ ഞാൻ ഇതെന്ത് മറക്കായിട്ടിരിക്കൂ? അതേ ആൾമാരെ ഇത് വെച്ചാൽ സ്വഹാബത്ത്, കേരളത്തെ മുസ്ലിമീങ്ങൾ, മുസ്ലിയാക്കന്മാർ, കേരളത്തെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്ത പോലെ സ്വഹാബികൾ ദീനിൽ തെളിവല്ലാതെ എത്തി വെച്ചാൽ എന്തേ തറാവീ കെട്ടാക്കണം. ഇനിയോട്ട് സ്വഹാബി തെളിവുണ്ടാവുന്നല്ലേ? ഇതെന്തും ദീനല്ലാവോ? ഇത് ദീനിട്ട് ആരും പെട്ടുപോകണ്ട. നല്ല നല്ല പലക്കത്തിൽ ഭയങ്കരമായ ആധുനിക ലോകത്ത് മോഡേൺ രൂപത്തിൽ ഇസ്ലാം പഠിച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ വന്നിട്ട് നിങ്ങൾ ചെറുവ ആരും അട്ടപ്പോകണ്ട. നിങ്ങൾക്ക് ഒരു സരണിയുണ്ട്, ഉദാഹരണി അങ്ങനെ ആ തെരുവ് നീ കെട്ടിരിക്കണോണ്ടാണ് പരിശുദ്ധ. അതുകൊണ്ട് അണ്ടത്തെ അബൂജഹലിന് നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരക്ഷരം ചൊല്ലുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്റെ ആധുനിക ലോകത്തുള്ള എല്ലാ എക്സ് മുസ്ലിംസും അല്ലാത്ത മുസ്ലിംസും എല്ലാ ആത്മാവും തുടരെ ആരോഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് സുഖാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വത്തെ എന്തെല്ലാം തോന്നി. ആയിഷ റളിയല്ലാഹു അൻഹാടെ ചെറിയ പ്രായത്തിൽ മങ്ങിലായിക്കോളൂ. അതിന്റെ പേരിൽ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള എന്തെല്ലാം ആക്ഷേപിക്കല് ഞാൻ വിചാരിച്ച സാമാന്യ ബുദ്ധി കൊണ്ട് അർച്ചനാക്കും. ഇതേ ആയിഷ റളിയല്ലാഹു അൻഹാടെ മങ്ങിലായതും എല്ലാം പണ്ടത്തെ അബൂജഹൽ കൊണ്ടുള്ളൂ, ഒത്തുവെപ്പ് കൊണ്ടുള്ളൂ, സൈബത്ത് കൊണ്ടുള്ളൂ. അങ്ങനെ ജാവുമ്പോഴും നടന്നുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കൊറക്കുകൊണ്ടുള്ള അണ്ടത്തെ വാട്സാപ്പ് വന്നിട്ടില്ല. ആ വിത്ത് കാക്കൊണ്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു അബൂജഹലിന്റെ അണ്ടത്തെ അബൂജഹലിന്റെ നാവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ചെറിയ പെണ്ണിന്റെ മങ്ങിലായത് കുറവായിട്ടുള്ള അബൂജഹലും ചൊല്ലുന്നില്ല. കാരണം അത് അണ്ടത്തെ റായത്തെ റൂഢിയാണ്. ചെറിയ പെൺമക്കളെ മങ്ങിലായോണ്ടിരുന്നാൽ അങ്ങനെ എത്ര ആവാറായില്ല. പക്ഷെ ഇണ്ടതിൽ എടുത്തു കൊണ്ടുള്ളത് കുറവും. അണ്ടത്തെ അബൂജഹൽ കുറവായി കണ്ടിട്ടുണ്ടായെങ്കിൽ ഇണ്ടത്തെ ഏത് അബൂജഹൽമാരെ പഴക്കത്തെ അത് കുറവായിട്ട് കാണുന്നേ ഇല്ല. നിങ്ങൾ വെറും ഒന്നിരിക്കലും അജ്ഞാനമാണ്, അല്ലെങ്കിൽ അജ്ഞാനം നടിക്കുക. ഹിദായത്ത് കെട്ടുപോകുന്ന നേരായ വഴിയിൽ ഞങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തുമോ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാക്കിയതാണ്.